എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുക യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷപരമായ എന്തെങ്കിലും കാര്യങ്ങൾ ഭക്തജനങ്ങൾക്ക് അറിയാനാണ്ട് ഈ നമ്പറിലേക്കൊന്ന് വാട്സപ്പ് ചെയ്യുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈൻ വഴി പരിഹരിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ കാര്യത്തിലെടുക്കുക. 2026 പൂരാടം നക്ഷത്രം. അപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി എല്ലാ നക്ഷത്രക്കാരെ പോലെ പൂരാടം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങളാണ്. അതായത് ഈ സാലറി കിട്ടുന്ന സമയത്ത് ഇവർക്ക് ഏറ്റവും കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടാകുന്നത്. അതായത് 100 കടങ്ങൾ കാണി കടബാധ്യതകൾ കൂടുന്നല്ലാതെ കുറഞ്ഞു വരുന്നില്ല. ഈ 2025 മിക്ക പൂരാടം നക്ഷത്രക്കാരെ വിളിക്കുമ്പോഴും പറയുന്ന കാര്യം സാമ്പത്തിക നഷ്ടം തന്നെയാണ്. അപ്പോൾ എത്ര രീതിയിൽ വഴിപാടുകളും കാര്യങ്ങളും കഴിഞ്ഞിട്ടും ചെയ്തിട്ട് ഈ ഒരു കാര്യം എന്താ പറയുക, സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നില്ല, നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാകുന്നു. ഒരു കാര്യം പൂരാട നക്ഷത്രക്കാർ മനസ്സിലാക്കേണ്ടത്, നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് 9 ഗ്രഹങ്ങളാണ്. ഈ 9 ഗ്രഹങ്ങൾക്ക് ബലം കുറയുന്ന സമയത്താണ് നമുക്ക് എന്താ പറയുക, ഈ സാമ്പത്തിക നഷ്ടങ്ങൾ, ജാതകത്തിലെ ഭാഗ്യങ്ങൾ അനുഭവിക്കാൻ പറ്റാതിരിക്കുന്നത്. അപ്പോൾ 9 ഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ ഗ്രഹങ്ങളെ പോലെ തന്നെ പവർ നിൽക്കുന്നതാണ് ജാതകത്തിലെ ഭാഗ്യങ്ങൾ വരാൻ വേണ്ടി നമ്മൾ അച്ഛൻ വഴി അമ്മ വഴി കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ പോവുക, തൊട്ടടുത്തിരിക്കുന്ന ദേശദേവതയെ പ്രീതിപ്പെടുത്തുക. വീടിൻ്റെ അടുത്ത് സർപ്പസങ്കേതങ്ങൾ ഉണ്ടെങ്കിൽ സർപ്പക്ഷേത്രത്തിൽ ചെന്ന് വേണ്ട പരിഹാര കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. ആ സർപ്പക്ഷേത്രത്തിൽ പരിഹാരം ചെയ്യേണ്ടത് വളരെ അധികം അത്യാവശ്യമാണ്. മിക്ക ആൾക്കാരും വീടിൻ്റെ പരിസരത്ത് കാവുണ്ടെന്ന് വെച്ച് അവരായിട്ട് വഴക്കിട്ടെന്ന് വിചാരിച്ച് അവരുടെ കാവി പോകത്തില്ല, അവിടെ എണ്ണ കൊണ്ട കൊടുത്തില്ല. മിക്ക ആൾക്കാരും എങ്ങനെയാണ്. അതുപോലെ തന്നെ കുടുംബക്ഷേത്രത്തിൽ ചിറ്റപ്പൻ്റെയും മാമന്മാരുടെ ഒക്കെ വീട്ടിലായിരിക്കും കുടുംബക്ഷേത്രം. അപ്പം ബന്ധുക്കൾ തമ്മിൽ പരസ്പരം വഴക്കാന്ന് വിചാരിച്ചിട്ട് അവരുടെ ക്ഷേത്രത്തിൽ പോകത്തില്ല, പൂജയ്ക്ക് പങ്കെടുക്കത്തില്ല. എന്നിട്ട് വീടിൻ്റെ അടുത്തുള്ള സർപ്പക്ഷേത്രത്തിൽ പോകാതെ കുടുംബക്ഷേത്രത്തിൽ പോകാതെ ദൂരെയുള്ള ക്ഷേത്രങ്ങൾ മൊത്തവും കയറി ഇറങ്ങും. എന്നിട്ട് വല്ല പ്രയോജനമുണ്ടോ? ഇല്ല. നമ്മൾ ആദ്യമേ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കാവുണ്ടെങ്കിൽ അവിടെ എണ്ണ ഒഴിക്കുക, അച്ഛൻ വഴി അമ്മ വഴി കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോവുക. അവരെയും നമ്മളും തമ്മിൽ പിണക്കമെന്ന് വിചാരിച്ചിട്ട് ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ വരണ്ടെന്ന് പറയണമെങ്കിൽ അതിൻ്റെ ദോഷം അവർക്കാണ് അല്ലേ. നമ്മളവിടെ പൂജയിലൊക്കെ പങ്കെടുക്കുക, പിണക്കമല്ല, നമ്മുടെ ആവശ്യമാണ് നടക്കേണ്ടത്. മിക്ക ക്ഷേത്രങ്ങളും വീടിൻ്റെ അടുത്തുള്ള കാവിലൊന്നും പോകത്തില്ല, അതിൻ്റെ മണ്ണാർശാല കൊണ്ടൊന്നും പരിഹാരം ചെയ്യും. കാരണം പരിസരവാസികളായിട്ട് വഴക്കാണ്. അപ്പോൾ അവരുടെ വീട്ടിലാണ് ഈ കാവിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ചെന്നാൽ അത് അവർക്ക് ഇഷ്ടമല്ല എന്ന രീതിയിലാണ് മിക്ക ആൾക്കാരും ഇരിക്കുന്നത്. അപ്പോൾ 2026 പൂരം നക്ഷത്രക്കാർക്ക് എല്ലാ നക്ഷത്രക്കാരെ പോലെ തന്നെ സാമ്പത്തിക നഷ്ടങ്ങളും ലാഭങ്ങളും ഇടയ്ക്കിടയ്ക്ക് മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. അതിന് ചെയ്യേണ്ട പരിഹാരം എന്താണെന്ന് വെച്ചാൽ, പൂരാടം നക്ഷത്രക്കാർ 2026 ജനുവരി മാസം തൊട്ട് ഒരു വർഷക്കാലം നവഗ്രഹം ഇരിക്കുന്ന ക്ഷേത്രത്തിൽ പോയി 9 പ്രദക്ഷിണം വെച്ച്, അതായത് 9 വലത്ത് വെച്ച് നവഗ്രഹ പൂജ നടത്തേണ്ടതാണ്. ഒരു വർഷക്കാലം സാമ്പത്തികം ഉള്ളവർ നവഗ്രഹ പൂജ നടത്തുക. അഥവാ നവഗ്രഹ പൂജയ്ക്ക് കൂടുതലാണെങ്കിൽ നവഗ്രഹ അർച്ചന ചെയ്താൽ മതി. പൂരാടം നക്ഷത്രക്കാർക്ക് 2026 വാദസംബന്ധമായ അസുഖങ്ങൾ, പൈൽസ് സംബന്ധമായ അസുഖങ്ങൾ, അതേപോലെ തന്നെ ത്വക്ക് രോഗങ്ങൾ, ചുമ്മാ ഗ്യാസ്, ശരീരവേദന, ഉറക്കക്കുറവ്, അങ്ങനെ പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ 2026 പൂരാടം നക്ഷത്രക്കാർക്ക് വന്നു ഭവിക്കാം. ഇതിന് പരിഹാരമായിട്ട് ചെയ്യേണ്ട, മഹാദേവ ക്ഷേത്രത്തിൽ പോയ ആഴ്ചയിൽ ഒരു തവണ മൃത്യുഞ്ജയ മന്ത്രം ജപിച്ച ചരട് വലത് കൈ കെട്ടുക. അതേപോലെ തന്നെ മഹാദേവന് ജലധാര നടത്തുക. ഒപ്പം തന്നെ ശിവക്ഷേത്രങ്ങളിൽ കഴിവതും പൂരാട നക്ഷത്രക്കാർ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും മഹാദേവ ദർശനം നടത്തി ഈ വിധിപ്രകാരമുള്ള സാമ്പത്തികം അനുസരിച്ചുള്ള പൂജാതി കാര്യങ്ങളൊക്കെ ചെയ്യുക. ഒപ്പം തന്നെ പൂരാടം നക്ഷത്രക്കാരുടെ വിദ്യാർത്ഥികൾക്കായിട്ട് ഏറ്റവും ഗുണകരമായ വർഷമാണ്. നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വരുന്നതായിരിക്കും. മറ്റുള്ള കഴിഞ്ഞ വർഷത്തെ പോലെ ടെൻഷനുകളും, അതായത് പഠിക്കാനിരിക്കുന്ന സമയത്തുള്ള തലവേദന കാര്യങ്ങൾ അങ്ങനെയുള്ള ഒന്നും ഈ വർഷം ഉണ്ടാകത്തില്ല. ഏറ്റവും മികച്ച മാർക്ക് തന്നെ നമുക്ക് മേടിക്കാം. പഠിക്കാതെ നമ്മൾ വഴിപാട് ചെയ്താൽ എന്തായാലും യോജിക്കാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കാനും പഠന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധ ചെലുത്താനും ഈ വർഷം ഗുണകരമാണ് പൂരാടം നക്ഷത്രക്കാരുടെ വിദ്യാർത്ഥികൾക്ക്. അതേപോലെ തന്നെ സർക്കാർ തലത്തിൽ ജോലി ചെയ്യുന്ന പൂരാടം നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങൾ ബന്ധുക്കൾക്കോ പരിസരവാസികൾക്കോ ഇല്ലെങ്കിൽ ഭാര്യയുടെ വീട്ടുകാർക്കോ ഭർത്താവിൻ്റെ വീട്ടുകാർക്കോ കൂട്ടുകാർക്കൊക്കെ ഒരു കാരണവശാലും പൈസ കൊടുക്കുകയോ ജാമ്യം നിൽക്കുകയോ ചെയ്യരുത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിയായിരിക്കും 2026 നിങ്ങളുടെ ആദ്യത്തെ ശത്രു. അത് വളരെയധികം പൂരാടം നക്ഷത്രക്കാർ ശ്രദ്ധിക്കണം. പിന്നെ എനിക്ക് കൂടുതൽ പറയാനുള്ളത്, പൂരാടം നക്ഷത്രക്കാർ 2026 വീടൊക്കെ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ, സ്വന്തമായിട്ട് വീട് മേടിക്കാനുള്ള ആൾക്കാർ, അതേപോലെ തന്നെ വിവാഹ തടസ്സം, സ്വന്തമായിട്ട് വാഹനങ്ങൾ മേടിക്കാനവരൊക്കെ 2026 ഏകദേശം ചിങ്ങമാസം തൊട്ട് പൂരാടം നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഒരു
എന്താ പറയുക, ഒരു ഭാഗ്യം കൂടെ വന്നു ചേരും. ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചിങ്ങമാസം കഴിഞ്ഞ്, അതായത് ചിങ്ങം കന്നി തൊട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കും. വിവാഹ കാര്യങ്ങൾ നടക്കും, സ്വന്തമായിട്ട് വീട് മേടിക്കും, വീട് വിൽക്കാനുള്ളവർക്കൊക്കെ അതൊക്കെ ഭംഗിയായി തന്നെ എല്ലാ കച്ചവടങ്ങളും നടന്നു വരും. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന പൂരാടം നക്ഷത്രക്കാർക്ക് 2026 എന്ത് ബിസിനസ് ചെയ്താലും അവർക്ക് ലാഭം ഉണ്ടാകും. കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ അവരിപ്പോൾ ഒരു 10-30,000 രൂപ കൊണ്ട് ഒരു ചെറിയൊരു ബിസിനസ് തുടങ്ങി, അത് മുടക്കിയെക്കാട്ടിയും കൂടുതൽ ലാഭം ഉണ്ടാകും. ഹോട്ടൽ മേഖല, അതുപോലെ തന്നെ പല പല രീതിയിലുള്ള ബിസിനസ്സിൽ തുടങ്ങിയാൽ ഒരിക്കലും സാമ്പത്തിക നഷ്ടം വരത്തില്ല. അതായത് നമ്മൾ ഒരു 2 ലക്ഷം രൂപ മുടക്കിയെങ്കിൽ നമുക്ക് 3 ലക്ഷം എന്താ പറയുക ലാഭം ഉണ്ടാകും. അതായത് 1 ലക്ഷം രൂപ എക്സ്ട്രാ ലാഭം ഉണ്ടാകും. അതായത് നമ്മൾ മുടക്കിയ പൈസ ഒരിക്കലും പോകത്തില്ല. അതായത് ആ ബിസിനസ് വിജയിക്കും, നഷ്ടങ്ങൾ ഉണ്ടാകത്തില്ല. ഈ നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള ആൾക്കാരുടെ നിന്ന് കടമൊക്കെ മേടിച്ച് നമുക്ക് കടം കൊടുക്കാൻ പറ്റാതിരിക്കുന്നത്. അപ്പം നമ്മളെ ഏത് ബിസിനസ് തുടങ്ങിയാലും 2026 പൂരാടം നക്ഷത്രക്കാർക്ക് ഉദാഹരണത്തിന് ഒരു കട തുടങ്ങി. അപ്പോൾ ആ കടയിലെ സാധനങ്ങളൊക്കെ തീർന്ന് നമുക്ക് വീണ്ടും അടുത്ത സാധനം മേടിക്കാനുള്ള സാമ്പത്തികം വന്ന് ഭവിക്കും. കടബാധ്യതകൾ 2026 പൂരാടം നക്ഷത്രക്കാർക്ക് ഉണ്ടാകില്ലെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതുപോലെ 2026 മറ്റുള്ള നക്ഷത്രക്കാരെ പോലെ ശത്രുദോഷങ്ങൾ ഉണ്ടാകില്ല. അതായത് നമ്മളോട് മുമ്പ് വഴക്കിട്ട് പോയ ആൾക്കാരൊക്കെ നമ്മളോട് സ്നേഹിച്ച് വരുന്ന ഒരു വർഷവും കൂടെ ആയിരിക്കും 2026. രോഗദുരിതങ്ങൾ വന്ന ആശുപത്രി കാണിക്കുക, അതേപോലെ തന്നെ സാമ്പത്തികമാണെങ്കിൽ നമ്മൾ ജോലിക്ക് പോയെങ്കിലേ പറ്റത്തുള്ളൂ അല്ലേ. ഈ ജോലിക്ക് പോകാതെ എന്തായാലും നമുക്ക് സാമ്പത്തിക കാര്യങ്ങൾ കിട്ടില്ല. അപ്പോൾ പൂരാട നക്ഷത്രക്കാർ ഈ 2 കാര്യം ഓർത്ത് വെക്കുക. പിന്നെ ഒരു വർഷക്കാലം നിങ്ങൾക്ക് എന്താ പറയുക, എല്ലാ വിധത്തിലുള്ള സാമ്പത്തിക ലാഭം ഉണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിണങ്ങി നിന്ന ആൾക്കാരൊക്കെ നിങ്ങളെ തേടി വരും. അതുപോലെ ബന്ധുക്കാർ, അച്ഛൻ വഴി, അമ്മ വഴി, വീട്ടിൽ നിന്നൊക്കെ ഓഹരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടാൻ നല്ലൊരു വർഷവും കൂടെയാണ് 2026. കൂടുതൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പൂരാട നക്ഷത്രക്കാർക്ക് ഞാൻ മോഹന വാക്കുകൾ തരുന്നില്ല. നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. പിന്നെ പൂരാട നക്ഷത്രക്കാർ മനസ്സിലാക്കേണ്ട, ഞാനല്ല, ഏത് പൂരാട നക്ഷത്രക്കാർ 2026 വീഡിയോ ചെയ്താലും നിങ്ങളൊരു 10 മിനിറ്റ് കൊണ്ടൊന്ന് ചിന്തിക്കണം, ഇവർ പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന്. അന്ധമായ വിശ്വാസങ്ങളിലേക്ക് പോകാതിരിക്കുക. 30,000 40,000 രൂപ അങ്ങനെയുള്ള പൂജാതി കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. നമ്മുടെ സാമ്പത്തികം പോലെ നമ്മൾ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. ഈശ്വരവിശ്വാസം ഉണ്ടെങ്കിൽ, നമുക്ക് ഈ ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ 2026 മറ്റുള്ള നക്ഷത്രം പോലെ നമുക്ക് ഭാഗ്യമായി പൂരാട നക്ഷത്രക്കാർ കൊണ്ടുപോകാൻ പറ്റും. നമ്മുടെ സാമ്പത്തികം അനുസരിച്ചുള്ള വഴിപാടുകളും കാര്യങ്ങളും മാത്രം പൂരാട നക്ഷത്രക്കാർ ചെയ്താൽ മതി. 55 വയസ്സിന് മേപ്പോട്ടുള്ള പൂരാടം നക്ഷത്രക്കാർ ശിവക്ഷേത്രത്തിൽ പോയി അഹോര മന്ത്രം ജപിച്ച ചരട് വലത് കൈ കിട്ടുക. ഏതെങ്കിലും രീതിയിൽ അവർ രോഗദുരിതങ്ങളിൽ ഗുളിക കഴിക്കുന്നുണ്ടെങ്കിൽ അസുഖം മാറാനും മനസ്സിനും ശരീരത്തിനൊക്കെ ഒരു പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടിയാണ് അഹോര മന്ത്രം ജപിച്ച ചരട് വലത് കൈ കിട്ടാൻ പറഞ്ഞത്. കറുത്ത ചരടിൽ തന്നെ അഹോര മന്ത്രം ജപിച്ച് കെട്ടണം. ഒരു ചരടിൻ്റെ കാലാവധി എന്ന് പറഞ്ഞാൽ 21 വയസ്സാണുള്ളത്. 21 ദിവസം വരെയാണ് ഒരു ചരട് നിൽക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽ പൂരാട നക്ഷത്രക്കാർക്ക് അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ശരിയായ രീതിയിൽ ഒന്നും കൂടെ കബഡി വെച്ച് ഓൺലൈനായി നോക്കി അതിന് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. പലവരും വിളിച്ചിട്ട് ചോദിക്കാറുണ്ട് ഓൺലൈൻ മേടിക്കാൻ ഫീസ് എത്രയാണ്. ഫീസല്ല, ഇഷ്ടമുള്ളൊരു ദക്ഷിണ മാത്രം അയച്ചു തന്നാൽ മതി. ബാക്കി അതിനുള്ള വഴിപാടുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോ വരുന്നതാണ്.